ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ വ്ളോഗിൽ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ച കുറേ ഡൗട്ടും പിന്നെ തിരിച്ച് ഒമാനിലേക്ക് പോകലാ അതിൻ്റെ വിശേഷങ്ങളും എല്ലാം പറയാനുണ്ട്. അപ്പോൾ എന്തായാലും നേരെ വ്ളോഗിലേക്ക് പോവാം. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വിഷ്വൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയ ഒരു സീനാണ്. എൻ്റെ കുറേ കാലത്തെ ആഗ്രഹമായിരുന്നു എൻ്റെ പല്ലൊന്ന് നേരെയാക്കണം എന്നുള്ള. എനിക്ക് എൻ്റെ പല്ല് ഇഷ്ടമല്ല. എനിക്ക് പല്ലെന്തോ രസമില്ലാത്ത പോലെ തോന്നും. എന്ന് വെച്ച് ബാക്കിയുള്ളതെല്ലാം ഭയങ്കര രസമാണെന്നല്ല, നമുക്ക് നമ്മളെ എന്നെ കാണുമ്പോൾ എന്തോ ഒരു ശരിയാക്കണം, ഒരു രസമില്ലാന്ന് തോന്നുന്ന സംഭവം ഉണ്ടാവില്ലേ, അതാണ് എൻ്റെ പല്ല്. പക്ഷെ ഞാനെപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്, ഇങ്ങനെ വായ പൊത്തിപ്പിടിച്ച് ചിരിക്കുന്ന ആളൊന്നുമല്ല. അപ്പോൾ എനിക്ക് കോൺഫിഡൻസോടു കൂടി ചിരിക്കാൻ വേണ്ടി പല്ലൊന്ന് ലെവലാക്കണം എന്നുണ്ടായിരുന്നു. എൻ്റെ പല്ല് കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ടാണ്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ചെറിയ നിരതെറ്റലുണ്ട്. അപ്പോൾ അതെല്ലാം ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലിനിക്കിൽ പോയി അലൈനറാണ് ചൂസ് ചെയ്തത്. എനിക്ക് ബ്രേസസ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ബ്രേസസ് ഇടണമെന്നേനും എൻ്റെ ആഗ്രഹം. അലൈനർ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. പക്ഷേങ്കിൽ ബ്രേസസ് ഇടുമ്പോൾ 3-4 പല്ലെടുക്കണം, 4 പല്ലെങ്കിലും മിനിമം എടുക്കണം എന്ന് കേട്ടേരും. പിന്നെ ഞാൻ നേരെ തിരിഞ്ഞു അലൈനറിലോട്ട് മാറി. അങ്ങനെ ഞാൻ അലൈനർ ഇട്ട്. പിന്നെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എത്ര കോസ്റ്റായി, എവിടുന്ന് ഇട്ട്, എന്തിനായിട്ട്, എങ്ങനെ ഇട്ട്, അങ്ങനെ കുറേ ഡൗട്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. പിന്നെ നമ്മൾ അവിടെ പോയ പാടെ തന്നെ 2 പ്രാവശ്യം എനിക്ക് പോകേണ്ട വന്നിട്ടാണ്. ഫസ്റ്റ് പോയ സമയത്ത് സ്കാനെല്ലാം ചെയ്ത് എങ്ങനെയാണ് വരിക എന്നെല്ലാം മനസ്സിലാക്കി. സെക്കൻഡ് ടൈം പോയ സമയത്ത് അലൈനേഴ്സ് എല്ലാം എൻ്റെ കൈമിൽ കിട്ടിയിട്ടാണ്. ഹലോ, അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ എൻ്റെ അലൈനേഴ്സിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ് വന്നത്. ഇത് ഞാൻ സമയമാവുമ്പോൾ തുറന്ന് കാണിച്ചു തരാം. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വ്ളോഗിൽ ഞാൻ അലൈനേഴ്സ് ചെയ്ത കാര്യം പറയും. നിങ്ങൾക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴേ ചോദിച്ചോ. അടുത്ത വ്ളോഗിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ഡൗട്ടും കൂടി ക്ലിയർ ചെയ്തിട്ട് പോകാമല്ലോ. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ പറ്റൂ. മെയിനായിട്ട് നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾ ഞാൻ എനിക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീഡിയോയിൽ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതി വെച്ചിനെ. ഒരു ജസ്റ്റ് ഹിൻഡ് പോലെ മാത്രം ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചാണ്. അല്ലെങ്കിൽ ഞാൻ മറന്നു എന്തെങ്കിലും, പിന്നെ നിങ്ങൾ പിന്നെയും കമൻറ്റിൽ ചോദിക്കുമ്പോൾ പിന്നെയും ഞാനകത്ത് പറഞ്ഞു തരണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ മെയിനായിട്ട് ഞാൻ എഴുതിന് ഏജ്, കോസ്റ്റാണ് കൂടുതൽ ആൾക്കറിയണ്ടേ, ഡ്യൂറേഷൻ, പിന്നെ വേർഡ്, വൈ, പിന്നെ ബ്രേസസ് വേഴ്സസ് അലൈനേഴ്സ്. അപ്പോൾ ഞാനതിൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് തരാം. ഒന്നാമത്തെ കാര്യം കണ്ട, എൻ്റെ വായിലിപ്പോൾ അലൈനേഴ്സ് ഉണ്ട്. പക്ഷെങ്കിൽ ഇത് ഇൻവിസിബിൾ മീൻസ് ട്രാൻസ്പെറൻ്റ് ആണ്, അതുകൊണ്ട് മനസ്സിലാവില്ല. പക്ഷെങ്കിൽ എന്നെ കാണുമ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 10 ദിവസം കഴിഞ്ഞ്, ഇതിപ്പോൾ 11ാമത്തെ ദിവസം ഞാൻ അലൈനേഴ്സ് ഇട്ടിട്ട് കാണുമ്പോൾ എല്ലാവരും പറയും ഫേസിൽ എന്തോ ഒരു മാറ്റം പോലെ ഉണ്ടല്ലോ എന്ന്. പിന്നെ വർത്തമാനത്തിലും ചെറിയ ചേഞ്ച് ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇത് ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചു തരാം കേട്ടോ, അലൈനർ എങ്ങനെ ഉണ്ടാവാന്ന്. ഇതിൽ കുറേ സെറ്റ് അലൈനേഴ്സ് ഉണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്കും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലേനെ. അപ്പോൾ ഇത് നമ്മളെ പല്ലിൽ ഒരു സംഭവം കവർ ചെയ്തിടുക ചെയ്യുക. അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിൽ മൊത്തത്തിലൊരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്നാമത് എൻ്റെ പല്ല് കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ്. അതിൻ്റെ പുറത്ത് ഈ ഒരു കവറും കൂടി ഇട്ട് നോക്കുമ്പോൾ ഈ മുകളിലത്തെ ചുണ്ട് കുറച്ചും കൂടി പുറത്തേക്ക് തള്ളിയിട്ട് എൻ്റെ ഫേസിൽ എന്തോ ഒരു മാറ്റമുണ്ട്. പിന്നെ അത് മാത്രമല്ല, സംസാരിക്കുമ്പോൾ ക്ലിയറായിട്ട് സംസാരിക്കാൻ പറ്റും, പക്ഷെ എനിക്ക് എന്തോ പോലെ പറ്റാണ്ട് പോലെ. കാര്യം ചില വേർഡ് പറയുമ്പോൾ നമ്മളെ നാവ് പോയിട്ട് പല്ലിൻ്റെ അടിയിൽ തട്ടിയിട്ടുള്ള ആ ഒരു സൗണ്ട് വരുന്നില്ല. ഇതിപ്പോൾ പല്ലിൽ ഫുള്ള് കവർ ഇട്ടിട്ടല്ലല്ലോ, അപ്പം നാവും പല്ലും കൂടി ഒരുമിച്ചിട്ട് ഉണ്ടാവേണ്ട സൗണ്ടില്ലേ, അത്ര ക്ലിയർ ആവാത്ത പോലെ എനിക്ക് തോന്നുന്നത്. അതാ ഞാൻ ലാസ്റ്റ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എല്ലാം പറഞ്ഞത്, വോയിസിൻ്റെ വോയിസ് ക്ലാരിറ്റി കുറവായിരിക്കുന്നു. പിന്നെ എന്നിട്ട് ആദ്യം ഞങ്ങൾക്ക് ഇട്ടരും എന്തെല്ലോ പോലെയാണ്. പിന്നെ ഇപ്പം എനിക്ക് ശീലമായിട്ട് വരുന്നുണ്ട്, അത് യൂസ്ഡ് ആവുന്നുണ്ട്. അപ്പം ഞാൻ ഇതാദ്യം കാണിച്ചു തരാം. അപ്പം ഇങ്ങനെയാണ് വരാൻ. ഞാൻ ആദ്യം വിചാരിച്ച് അലൈനർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടെ പോയിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ നമ്മൾ ബ്രേസേഴ്സ് പല്ലിൽ കമ്പി ഇടൂലേ, പല്ലിൽ കമ്പി ഇടുമ്പോൾ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ അങ്ങനെയെല്ലാം പോയിട്ട്, നമ്മളല്ല മീൻസ് ഇട്ടവർ 2 ആഴ്ച കൂടുമ്പോൾ എല്ലാം പോയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ എന്തെല്ലോ സംഭവം ചെയ്യാനില്ലേ പോയിട്ട്. ഇതങ്ങനെയൊന്നും വേണ്ട, നമുക്ക് അവർ മൊത്തത്തിൽ ഇങ്ങനെ കൊടുത്തേക്കും. എന്നിട്ട് നമ്മളാണ് ഇത് 10 ദിവസം കൂടുമ്പോൾ ചേഞ്ച് ആക്കേണ്ടത്. എൻ്റെ കേസിൽ അങ്ങനെയാണ്. എല്ലാവരെയും ഈ ചേഞ്ച് ആക്കേണ്ട പീരിയഡ് സെയിം ആണോ എന്നൊന്നും നമുക്കറിയില്ല. എന്നോട് പറഞ്ഞിട്ടുള്ള 10 ദിവസം കൂടുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണമെന്നാണ്. അപ്പോൾ ഇതിൽ ടോട്ടൽ 22 ട്രേസ് ഉണ്ട്.
22 ട്രേ ഉണ്ട്. അപ്പോൾ കണ്ട ഇങ്ങനെ ഓരോ ട്രേൻ്റെ ഡേറ്റ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അല്ല ഡേറ്റ് അല്ല, ട്രേസിൻ്റെ എണ്ണം എഴുതിയിട്ടിൽ വെച്ചിന്. അപ്പോൾ ഫസ്റ്റ് 10 ദിവസം നമുക്ക് ഫസ്റ്റ് ഒന്നാമത്തെ ട്രേ അവർ അവിടെ നിന്ന് തന്നെ ഇട്ട് തരും. ഞാൻ ഇടുന്ന വിഷ്വൽസ് ഉണ്ടെങ്കിൽ കാണിക്കാം. അപ്പോൾ ഇല്ലേ അവരെന്നെ ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് അയക്കും. പിന്നെ എന്നിട്ട് നെക്സ്റ്റ് ട്രേ തൊട്ട് രണ്ടാമത്തെ ട്രേ തൊട്ട് നമ്മൾ വീട്ടിൽ തിരിച്ചു വന്നിട്ട് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രേ ഇടണം. നെക്സ്റ്റ് 10 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ട്രേ ഇടണം. അങ്ങനെ ടോട്ടൽ 22 ട്രേസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 22 എന്ന് പറയുമ്പോൾ 22 × 10 220 ഡേയ്സ് നമ്മൾ ട്രേസ് വെക്കണം. 220 ഡേയ്സ് എന്ന് പറയുമ്പോൾ എത്ര മാസം ഉണ്ടാവും? ഏകദേശം ഒരു 7-8 മാസം. കറക്റ്റ് അറിയില്ല, 8 മാസം തോന്നുന്നു. ഞാനിത് 8 മാസം വെക്കണം. അതാണ് എൻ്റെ ഡ്യൂറേഷൻ, 8 മാസം. പക്ഷേങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കില്ല കേട്ടോ. ഇപ്പോൾ എന്നാണ് എന്താ നമ്മളെ പല്ലിൻ്റെ പ്രോബ്ലം എന്ന് നോക്കിയിട്ടായിരിക്കും ഡ്യൂറേഷൻ തീരുമാനിക്കും. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന ലാസ്റ്റ് ഫൈനൽ റിസൾട്ട് കിട്ടാൻ 8 മാസമാണെങ്കിൽ ചിലരെ കുറേ ദിവസം എടുക്കും, ചിലരെ കുറച്ച് ദിവസമായിരിക്കും എടുക്കുക. ഇങ്ങനെ 22 ട്രേസ് ഉണ്ട് എനിക്ക്. ഇനിയിപ്പോൾ ട്രേ തന്നെയാണോ പറയാൻ തന്നെ എനിക്കറിയില്ല, പക്ഷെ ഞാനങ്ങനെ പറയുന്നതാണ്. ഇത് കണ്ട, അയ്യോ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇത് അപ്പർ, ഇത് ലോവർ. അങ്ങനെ നമ്മൾ 2 ടീത്തിന് വേണ്ടുന്ന അപ്പർ ടീത്തിനും ലോവർ ടീത്തിനും വേണ്ടുന്ന ട്രേസ് ഓരോന്നിലും ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓരോ ട്രേ നമ്മൾ 1 by 1 ആയിട്ട് 1 2 3 എന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 10 ഡേയ്സ് ഗ്യാപ്പിൽ നമ്മളിത് ആദ്യത്തെ ട്രേ ഊരി മാറ്റിയിട്ട് പുതിയ ട്രേ ഇട്ട് കൊടുക്കണം. പിന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ട് നമുക്ക് പച്ചവെള്ളം, ചൂടുവെള്ളം, തണുത്ത വെള്ളം കുടിക്കാം. ബാക്കി ഒരൈറ്റവും ഇത് വെച്ചിട്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതിൽ ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഇതിൽ കറ പിടിക്കും. രണ്ടാമത് നമ്മൾ ഹാർഡായിട്ടുള്ള ഫുഡ് ഐറ്റംസ് ചവക്കുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് നഷ്ടപ്പെടുന്ന അങ്ങനെ എന്തോ പറഞ്ഞിനെ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ പച്ചവെള്ളം കുടിക്കുമ്പോൾ മാത്രമേ ഞാനിത് വെക്കലുള്ളൂ, അല്ലാത്ത സമയത്ത് ഊരണം. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഫുഡ് ഇപ്പോൾ 2 ടൈമാണ് കഴിക്കലുള്ളൂ. എനിക്കിത് ഊരിയിട്ട് പിന്നെയും വെക്കാൻ മടിയാണ്. അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കാൻ ഒരു മടി പോലെ. അതുകൊണ്ട് ഞാൻ 2 നേരത്തേക്കാക്കി. അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടി. ഇത് ഊരി ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നല്ലോണം പല്ല് ക്ലീനാക്കി പിന്നെയും വെക്കണ്ട. അതുകൊണ്ട് ഞാൻ 2 നേരമാക്കിയിട്ട് എൻ്റെ ഫുഡെല്ലാം ചുരുക്കിന്. പിന്നെ അപ്പം അങ്ങനെയാണ്. നമുക്ക് ഈ ട്രേ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മൾ ആദ്യത്തെ പല്ലും പിന്നെ ലാസ്റ്റത്തെ ട്രേ എടുത്ത് നോക്കുമ്പോൾ ഇല്ലേ നമുക്ക് മനസ്സിലാവും ലാസ്റ്റ് നമ്മൾ പല്ല് എങ്ങനെ ആവും എന്ന് മനസ്സിലാവും. എൻ്റെ പ്രോബ്ലം എന്താ, ഞാൻ എന്തിനിട്ടേന്ന് നിങ്ങൾക്ക് അറിയാം. അതില്ലേ, എനിക്ക് പണ്ടേ എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ പല്ല് എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ബാക്കി ഇപ്പം എൻ്റെ പല്ലെന്തോ രസമില്ലാത്ത പോലെ എനിക്ക് തോന്നലുണ്ട്. ഇനിയിപ്പോൾ ബാക്കി സംഭവങ്ങളെല്ലാം ഭയങ്കര രസമാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ലേ. അപ്പം ഞാനാണെങ്കിൽ ചിരിക്കുമ്പം ഭയങ്കര പൊത്തി പിടിച്ച് ചിരിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. ചിരിക്കുമ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് ഞാൻ ചിരിക്കുവേ. നിങ്ങളെ എന്നോട് വീഡിയോയിൽ ചോദിക്കലില്ലേ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ചിരിക്കുന്നത്, എൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. എന്നിട്ട് പിന്നെ അന്നേരം എനിക്കിപ്പോൾ എൻ്റെ പ്രോബ്ലം കാണുമ്പോൾ നിങ്ങൾ തന്നെ എന്നോട് പറയലുണ്ട്, കുറേ എൻ്റെ ഫോളോവേഴ്സ് പറയലുണ്ട്, ശ്യാമിൻ്റെ പല്ല് കുറച്ച് പുറത്തോട്ട് തള്ളിയിട്ടില്ലേ ബ്രേസസ് ഇട്ടൂടെ എന്ന് ചോദിക്കലുണ്ട്. പക്ഷെങ്കിൽ അതൊന്നാമത്തെ കാരണം, കുറച്ച് എൻ്റെ പുറത്തോട്ടേക്ക് തള്ളിയിട്ടാൽ. പിന്നെ നിര തെറ്റലുണ്ട്. ഈടെ എന്തോ ഒരു നിര തെറ്റിയ പോലെ ഉണ്ട്. പിന്നെ ഈ അടിയിലെ ഒരു പല്ലിൻ്റെ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ടാണ് മറ്റേ പല്ലുള്ള ഇങ്ങനെ എന്തോ ആണ് അടിയിലൊരു പല്ലുള്ള. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം തൊട്ടിട്ടേ ഉള്ള ആഗ്രഹമാണ് പല്ലിന് ബ്രേസസ് ഇടണം, ഒന്ന് നേരെ ആക്കണം എന്നുള്ള. അപ്പോൾ പക്ഷെങ്കിൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബ്രേസസ് വേഴ്സസ് അലൈനേഴ്സ് എന്നുള്ളതിനും മീൻസ് ഏതാണ് നല്ല എന്നുള്ളത്. അപ്പോൾ ഞാനില്ലേ 1-2 പ്രാവശ്യം ഡോക്ടറെ ഇതിന് മുന്നേയും കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ബ്രേസസ് ഇടാൻ വേണ്ടി. അന്നേരം അവർ പറഞ്ഞിട്ടുള്ള 4 പല്ലെടുക്കണം എന്നാ. അതുകൊണ്ടാണ് ഞാൻ പല്ലിന് ഇതുവരെ കമ്പി ഇടാണ്ട് നിന്ന്. അപ്പോൾ 4 പല്ലെടുത്താൽ എനിക്ക് പല്ലിന് വേറൊരു പ്രശ്നമില്ല, ഹെൽത്തി ആയിട്ടുള്ള പല്ലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല 4 പല്ലെടുത്താൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷൻ, എനിക്ക് അതിനോട് ഇഷ്ടമില്ല. മേലേന്നും ഓരോ 2, താഴേന്നും അങ്ങനെ 2 സൈഡിൽ നിന്നും ഓരോന്ന് വരും. അങ്ങനെ ടോട്ടൽ 4 പല്ല് പോയാൽ പിന്നെ
എനിക്കത് ഭയങ്കര പേടിയാണ്. പിന്നെ പല്ല് പൊരിക്കുന്നതിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് ഇതുവരെ അങ്ങനെ പല്ല് പൊരിക്കേണ്ടയോ പല്ലിനങ്ങനെ പ്രോബ്ലം അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇങ്ങനെ പല്ല് ഡോക്ടറെ കാണിക്കാൻ പോകേണ്ട പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ വിസ്ഡം ടൂത്തില്ലേ, ഏറ്റവും അങ്ങേ അറ്റത്തെ ലാസ്റ്റ് വരുന്ന പല്ലങ്ക് മുഴുവനായിട്ട് പുറത്ത് വന്നിട്ടില്ലേ, ആ ഒരു പല്ലിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. അല്ലാണ്ട് പല്ലിന് കേട് വരിക അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ നല്ല പല്ല് പൊരിക്കുന്നതിനോട് എനിക്ക് ഇഷ്ടമില്ല. പിന്നെ ആണെങ്കിൽ ഒരു പേടിയും, പല്ല് പൊരിച്ചിട്ട് വലിയ ഗ്യാപ്പായിട്ട് പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് പുറത്ത് തള്ളിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് 4 പല്ലെടുത്തിട്ട് മൊത്തം ഉള്ളിലേക്ക് തള്ളിപ്പോയാലോ എന്നുള്ള പേടിയുണ്ട്. ഞാനത് ചെയ്യാണ്ടെന്ന്. പിന്നെയാണ് അലൈനേഴ്സിനെ പറ്റി ചിന്തിച്ചു തുടങ്ങിയത്. അലൈനർ ഇട്ടാൽ ഈ ഒരു പ്രശ്നമില്ല, പല്ല് പൊരിക്കണ്ടെന്ന് കേട്ട് അങ്ങനെ ഞാൻ പോയി. ഞാൻ എവിടുന്ന് ഇട്ടേന്നറിയാം, കണ്ണൂർ അമെൻസ് എന്ന് പറഞ്ഞൊരു ക്ലിനിക്കിൽ നിന്ന് ഞാൻ ഇട്ടേ. അപ്പോൾ ആടെ പോയിട്ട് ചോദിച്ചു നോക്കുമ്പോൾ പറഞ്ഞ് എൻ്റെ പല്ല് ഓവറായിട്ട് പുറത്ത് തള്ളാത്തതുകൊണ്ട് പല്ല് പൊരിക്കാണ്ട് തന്നെ ഇടാൻ പറ്റുന്നു. പക്ഷേ ചില കേസിൽ പല്ല് പൊരിക്കേണ്ട വരും പോലും, അലൈനേഴ്സ് ഇടാൻ തന്നെ പല്ല് പൊരിച്ചിട്ടെല്ലാം ഇടുന്നതുണ്ട്. പക്ഷെ എൻ്റെ പൊരിക്കാണ്ടിട്ട് അപ്പോൾ എനിക്ക് അവരോട് ഡൗട്ട് ചെയ്യുന്നു, ഇതിപ്പോൾ എങ്ങനെ പല്ല് പൊരിക്കാണ്ട് എങ്ങനെ കുറച്ചുള്ളിലേക്ക് പോകും, നേരെ ശരിയാവുന്നെല്ലാം. അപ്പോൾ അവർ പറഞ്ഞ് കുറച്ചുള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞത്. ഞാൻ വീഡിയോയിൽ കാണിക്കാം, പോയ സമയത്ത് ഇങ്ങനെ ഒരു മെഷീൻ യൂസ് ആക്കിയിട്ട് എൻ്റെ 3-4 പല്ലിൻ്റെ 5-6 പല്ലിന് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, നമുക്ക് കറക്റ്റ് കൗണ്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. എന്തോ ഒരു ടൂൾ യൂസ് ആക്കിയിട്ട് ഇങ്ങനെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് 2 പല്ലിൻ്റെ ഇടയ്ക്ക്, അങ്ങനെ കുറേ പല്ലിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിന്. അന്നേരം ഞാൻ അവരോട് ഡൗട്ട് ചോദിച്ചിന്, ഇനാമൽ അല്ലേ പോവുക ഇങ്ങനെ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ന്. അപ്പോൾ നമ്മളെ പല്ലിൻ്റെ ഇനാമൽ നഷ്ടപ്പെട്ട പ്രോബ്ലം വരുമോ എന്ന് നമുക്ക് നല്ല ഡൗട്ട് ഉണ്ടായിന്. പക്ഷെ അവർ പറഞ്ഞ് ഭയങ്കര കട്ടിയിലൊന്നും കളയില്ല, മൈന്യൂട്ടായിട്ട് ഇനാമൽ തന്നെയാണ് തയ്ച്ച് കളയുന്നത്. പക്ഷെ അത് വലിയ പ്രോബ്ലം ഉണ്ടാവുന്ന രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ കൊക്കക്കോളയും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒന്നും കുടിക്കുമ്പോൾ പോകുന്ന അത്രയും ഇനാമൽ അത്രയും പോകുന്ന പറഞ്ഞത്. അപ്പോൾ ഇതെല്ലാം കുടിക്കുമ്പോൾ നമ്മൾ ഇനാമൽ എന്തായാലും പോവില്ലേ, അപ്പോൾ അത്രയും അളവിൽ ഇനാമൽ പോവും എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇടാമെന്ന് തീരുമാനിച്ചിട്ടാണ്. പിന്നെ അപ്പോൾ ഞാൻ അങ്ങനെ ഇടുമ്പോൾ പിന്നെ പല്ലിൽ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇട്ടത്. അങ്ങനെ ഗ്രാജുവലി അത് നേരെയായി വരുന്ന പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഡൗട്ടെല്ലാം ക്ലിയർ ആയിന്ന് വിചാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം, കോസ്റ്റ് എത്രയായിന്ന്. എനിക്കായ കോസ്റ്റ് 50K ആണ്, 50K 50,000 രൂപയാണ് ഇത് ചെയ്യാൻ വേണ്ടി കോസ്റ്റായ. പിന്നെ പക്ഷേ എല്ലാവരും ഇങ്ങനെ ആയിരിക്കില്ല, നമ്മളെ പ്രോബ്ലം അനുസരിച്ചിട്ട് ചിലപ്പോൾ കൂടാം ചിലപ്പോൾ കുറയാം. അപ്പോൾ അങ്ങനെ ഭയങ്കരമായിട്ട് പുറത്തേക്ക് തള്ളിയില്ലെങ്കിൽ, ഭയങ്കര ഗ്യാപ്പിൻ്റെ ഇഷ്യൂ, നിരയെല്ലാം ഭയങ്കരമായിട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിനേക്കാളും കൂടുമായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ എല്ലാം ഇല്ലേ. പിന്നെ ഏജ് ചോദിച്ചിരുന്നു, ഏജ് എനിക്കറിയില്ല, ഇത് എത്ര ഏജിലാണ് ഇടാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ അറിയില്ല. അപ്പോൾ ഏജായി, കോസ്റ്റായി, ഡ്യൂറേഷനായി. ഡ്യൂറേഷനില്ലേ, ഇതിപ്പം ഞാൻ ഇടേണ്ട 220 ഡേയ്സ് മീൻസ് 7 to 8 മാസത്തിൻ്റെ ഇടയിലാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിത് ഫുഡ് കഴിക്കുമ്പോൾ മാത്രമേ ഊരി വെക്കാവൂ. ഇൻ കേസ് നമ്മൾ കുറേ സമയം ഊരി വെക്കേണ്ട വന്നാൽ ഒരു ദിവസം മിനിമം 20 മണിക്കൂർ നമ്മളിത് വെക്കണം. ഉറങ്ങുമ്പോൾ വെക്കണം, എപ്പോഴും വെക്കണം. ഫുഡ് കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കുക, ക്ലീൻ ആക്കുക, പിന്നെ ഇടുക. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ 20 മണിക്കൂറിൽ കുറവ് 19 മണിക്കൂറേ നമ്മൾ വെച്ചിട്ടുള്ളൂ എങ്കിൽ ഒരു ഡേ എക്സ്ട്രാ ഇടണം. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാനിതുവരെ അങ്ങനെ വെക്കാണ്ട് നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും ഫുഡ് കഴിച്ചവിടെ അപ്പം തന്നെ വെക്കലുണ്ട്. പിന്നെ അപ്പോൾ ആ ഒരു 7 to 8 മന്ത് ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ റീറ്റൈനേഴ്സ് ഇടണം. നമ്മളിപ്പോൾ ഇതിൽ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ പല്ല് പുതിയ പൊസിഷനിലോട്ട് പോയി നിൽക്കൂലേ, അന്നേരം ആ പൊസിഷനിൽ തന്നെ എപ്പോഴും നിൽക്കാൻ വേണ്ടി, പെർമനൻ്റായിട്ട് നിൽക്കാൻ വേണ്ടി നമ്മൾ ബ്രേസസ് കമ്പിട്ട് കഴിഞ്ഞാലും റീറ്റൈനേഴ്സ് ഇടൂലേ, അതേപോലെ തന്നെ ഇതിനും റീറ്റൈനേഴ്സ് ഇടണം. അത് എനിക്ക് തോന്നുന്നു 6 മന്തോ അങ്ങനെ എങ്ങാനും റീറ്റൈനേഴ്സ് ഇടണമെന്ന് തോന്നുന്നത്. അപ്പോൾ റീറ്റൈനേഴ്സ് ഇടാൻ വേണ്ടി മാത്രമേ ഇനി അങ്ങോട്ട് പോകണ്ടൂ, ബാക്കിയുള്ള എല്ലാം ഇതിലുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്തിട്ട് ഇട്ടാൽ മതി. പിന്നെ അപ്പോൾ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയില്ലേ. അപ്പോൾ ഇത്ര എനിക്ക് പറയാനുള്ളൂ. ഡൗട്ടെല്ലാം ക്ലിയർ ആയിനെന്ന് വിചാരിക്കുന്നത്. ഇനിയിപ്പോൾ വിളിച്ചു നിർത്തിയിട്ട് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ ഇതിട്ടിട്ട് എനിക്ക് പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ബ്രേസസ് വേഴ്സസ് അലൈനറിൻ്റെ ഒന്നാമത്തെ പ്രോബ്ലം പല്ല് പൊരിക്കാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റി. ഒന്നാമത്തെ ബെനിഫിറ്റ് എനിക്ക് പല്ല് പൊരിക്കാണ്ട് ചെയ്യാൻ പറ്റി. പിന്നെ ബ്രേസസ് ഇട്ടാൽ കുറേ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഒന്നാമത് നമ്മൾ പല്ല് പൊരിക്കുന്ന വേദന, പിന്നെ അതിൻ്റെ കമ്പി കൊള്ളും. അപ്പോൾ നമ്മളിങ്ങനെ നൊണ്ണുണ്ടാവില്ലേ, നൊണ്ണിന് എന്നൊക്കെ പറയാം, അവളെങ്ങനെ പറയല്. പിന്നെ ഈ കവിളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഫ്ലഷ് ഉണ്ടാവില്ലേ, അപ്പോൾ അതിനെല്ലാം പല പ്രോബ്ലം ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ട്. നമുക്കിങ്ങനെ കമ്പി കുത്തിയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും ഇനി ഉണ്ടാകുന്നില്ല. പിന്നെ വേറെന്താ,
പിന്നെ അലൈനർ ആദ്യമെല്ലാം ഭയങ്കര പൈസയാവും, 1,00,000 അടുത്ത് 1,00,000 മുകളിലോട്ടാവുന്നല്ല ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഇതെന്തോ ഈ ഞാൻ പോയ ക്ലിനിക്കിൽ സംഭവം എന്തോ അവർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ്, അവർ ഓൺ പ്രൊഡക്ഷൻ ആണെന്നെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട് അമെൻറ്റ് എന്ന് പറഞ്ഞതിൽ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിന് അലൈനേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ റേറ്റിന് കിട്ടിയ. പക്ഷെ ഫസ്റ്റ് കുറച്ച് ദിവസം എനിക്ക് നല്ല ഇടങ്ങാറായിരുന്നു. ഒന്നാമത് സംസാരിക്കുന്ന സമയത്തും പിന്നെ എന്തോ വായിലേക്ക് അടിച്ചു പിടിച്ച പോലത്തെ ഫീൽ ചെയ്യുന്നു എനിക്ക്. പക്ഷേ ഇപ്പം നമുക്ക് കുറഞ്ഞ് അത് ശീലമായി വരുന്നുണ്ട്. പിന്നെ നമ്മൾ ചിരിക്കൂലേ, ചിരിച്ച് കഴിഞ്ഞിട്ട് വായി പൂട്ടുമ്പം ഇതാടെ സ്റ്റക്കായി പോകുന്നത്, മേലത്തെ ചുണ്ടാടെ സ്റ്റക്കായി പോകുന്ന പ്രോബ്ലം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഞാൻ ആരെങ്കിലും ചിരിച്ച് ഇങ്ങനെ ആക്കിയിട്ട് റെഡിയാക്കും. അപ്പം അങ്ങനെ അത്രയല്ലേ ഉള്ളൂ. നമ്മളിനി അങ്ങോട്ട് പോകണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട. ഈ ഒരു കംപ്ലീറ്റ് കോഴ്സ് 7 to 8 മാസത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് റീറ്റെയിനർ ഇടാൻ വേണ്ടി മാത്രമേ അങ്ങോട്ട് പോകണ്ടൂ എന്നുള്ള എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. കാരണം ഞാനിവിടെ ഉളിയിൽ പുരമുക്ക് ആ ഒരു സ്ഥലത്താണ്, കണ്ണൂർ പോകണം. കണ്ണൂർ എനിക്ക് തോന്നുന്നത് 40 കിലോമീറ്ററാണ് അങ്ങനെ എങ്ങാനുണ്ട്. അപ്പോൾ കണ്ണൂർ ടൗണിൽ ഇതിപ്പോൾ 10 ദിവസം കൂടുമ്പോൾ പോകണമെങ്കിൽ എനിക്ക് ഭയങ്കര ഇടങ്ങാറാവുമല്ലോ. ഒരു പോയി വരലൊരു ദിവസത്തെ പണിയല്ലേ. അപ്പോൾ പോകണ്ട എന്നുള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ട്. അതെല്ലാ ഡൗട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയുള്ളൂടാ. അപ്പോൾ ഇങ്ങേക്ക് വേണ്ടുന്ന സംഭവങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ഒരു താങ്ക് യു പറയണേ എന്തായാലും കമൻറ്റ് ബോക്സിൽ. അപ്പോൾ ഇനി നമ്മൾ ഷംഷിയിലെ എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് ഒമാനിലോട്ട് പോകാല. ശരിക്കും പറഞ്ഞാൽ 2 ആഴ്ചത്തേക്കിനും എൻ്റെ കൂടെ ഷംഷി നാട്ടിലേക്ക് വന്നേനെ. പക്ഷെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് 25 ദിവസം നിന്ന് പിന്നെയും 10 ദിവസം എക്സ്ട്രാ നിൽക്കേണ്ട വന്ന്. അതിന് പല കാരണങ്ങളും ഉണ്ട്, അങ്ങനെയാണ് നിന്ന്. പക്ഷേങ്കിൽ പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഇക്കാക്കൊരു പനി, എന്താണെന്നറിയില്ല, ഒരു തണുപ്പ് പിടിച്ച പോലെ. അപ്പോൾ വിചാരിച്ചൊന്ന് കാണിക്കാമെന്ന്. കാരണം ഇപ്പോൾ പല ടൈപ്പ് പനികളും എല്ലാം ഇല്ലേ. അങ്ങനെ നമ്മൾ പോകുന്നതിൻ്റെ തലേ ദിവസം പുറത്തേക്ക് ഇറങ്ങിയതാണ്. ഫസ്റ്റ് ക്ലിനിക്കിലേക്കാണ് വന്നത്. എൻ്റെ നാട്ടിൽ തന്നെയുള്ളൊരു ക്ലിനിക്കിലാണ് വന്നത്. ജസ്റ്റ് ഒന്ന് കാണിക്കുക എന്നുള്ളതിൽ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തോ ഒരു പനിൻ്റെ ലക്ഷണങ്ങൾ പോലെ. അപ്പോൾ ഗൾഫിലോട്ട് പോകുന്നതല്ലേ, അതുകൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ നമ്മൾ ക്ലിനിക്കിൽ കാണിച്ച് കുഴപ്പമൊന്നുമില്ല, ടെമ്പറേച്ചറൊന്നും കൂടുതലൊന്നുമില്ല. പക്ഷെങ്കിൽ മെഡിസിൻസ് എല്ലാം തന്ന് പിന്നെ നമ്മൾ നേരെ പോയതൊരു ഫേർണിച്ചർ ഷോപ്പിലേക്കാണ്. ഇവിടെ നമ്മൾ എന്തിനാണ് വന്നതെന്നറിയാം, ഇന്നൂനും ആലൂനും സ്റ്റഡി ടേബിൾ നോക്കണം. പോകുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്ത് തീർക്കാനുള്ളതാണ് നമ്മളിന്ന് ചെയ്ത് തീർക്കുന്നത്. പോയി കഴിഞ്ഞാലും നമുക്ക് പോയിക്കൂടെ നിങ്ങൾ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഒരുമിച്ച് പോയി നോക്കുമ്പം നമുക്കൊരു എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ ഒരു പെട്ടെന്ന് തീരുമാനിക്കാനെല്ലാം പറ്റും, അങ്ങനെ ഒരു തോന്നല. അതുകൊണ്ടാണ് ഞാൻ പോകുന്നതിന് മുന്നേ തന്നെ ഇത് തീർക്കാമെന്ന് വിചാരിച്ചിന്. അങ്ങനെ നമ്മൾ ഇത് ഉളിയിലുള്ള സുനിത ഫർണിച്ചറാണ്. അപ്പോൾ നമ്മൾ എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്ത് തന്നെ, ഒരു 10 മിനിറ്റേ ഉള്ളൂ. അങ്ങനെ ഇവിടെ സ്റ്റഡി ടേബിൾ റെഡിമെയ്ഡ് നമ്മൾ നോക്കി. പക്ഷെങ്കിൽ ആദ്യം ഞാൻ സ്റ്റഡി ടേബിളൊന്നും വാങ്ങണ്ടെന്ന് വിചാരിച്ചേനെ ഇവർക്ക്. കാരണം നാട്ടിൽ വന്നേരം എൻ്റെ ഉമ്മയും ഉപ്പയെല്ലാം പറഞ്ഞ്, എന്തിനാ വെറുതെ വാങ്ങുന്നത്, ഡൈനിങ് ടേബിൾ വന്ന് പഠിച്ചാൽ പോരെ, നീ പുതിയ വീടെടുത്ത് മാറുമ്പോൾ ആടെ എന്തായാലും ആക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ പൈസ കളയുന്നതെന്നെല്ലാം എന്നോട് ചോദിച്ചു. പിന്നെ ഞാനും അത് ശരിയാക്കി, ഞാൻ വിചാരിച്ച് വാങ്ങണ്ടെന്ന്. പിന്നെ നോക്കുമ്പോൾ ഇവർക്ക് എന്തോ ഒരു ഏല് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവർക്ക് സെറ്റാവുന്നില്ല. ഇവർ ബുക്ക് ഒരു സ്ഥലത്ത്, ബാഗ് ഒരു സ്ഥലത്ത്, ഇവർ പഠിക്കുന്ന വേറൊരു സ്ഥലത്ത്, മൊത്തത്തിൽ എന്തോ ഒരു ലെവലാവാത്ത പോലെ. അന്നേരം എനിക്ക് തോന്നി എന്തായാലും വാങ്ങിയേ പറ്റുമെന്ന്. കാരണം കുറച്ച് മാസത്തേക്കായാലും അവർക്ക് പഠിക്കാനൊരു വൃത്തിയിലിരുന്ന് പഠിക്കാനൊരു സ്ഥലം ഇല്ലെങ്കിൽ ഒരു ഹോംവർക്കെല്ലാം കറക്റ്റായിട്ട് എഴുതാനും പഠിക്കാനും എന്തോ ഒരു പോലെയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, കാരണം ഡൈനിങ് ടേബിൾ നമ്മൾ യൂസ് ആക്കുന്നതാണ്. ഇപ്പോൾ എടുത്ത് ബുക്ക് എടുത്ത് അവിടെ നിന്ന് മാറ്റേണ്ടി വരും. പിന്നെ എഴുതാൻ ഇവർ കുറേ നടന്നിപ്പുറം വരേണ്ടി വരും. പിന്നെ ടിവിൻ്റെ സൗണ്ട് ഉണ്ടാവും. ഡൈനിങ് ടേബിൾ ക്ലോസ് അല്ല, നമ്മൾ ഓപ്പണാണ്. അങ്ങനെ എല്ലായിട്ട് അവർക്കൊരു ഇടങ്ങാറാണ്. പിന്നെ ഞാൻ വിചാരിച്ചു മതി ഒന്ന് വാങ്ങാമെന്ന്. പിന്നെ എൻ്റെ പുതിയ വീടെടുത്താലും ഞാൻ എൻ്റെ പുറക്ക് വരുമ്പോൾ യൂസ് ആക്കാമല്ലോ. അങ്ങനെ ഈ ഒരു ഐറ്റമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേങ്കിൽ അതിൻ്റെ വൈറ്റ് കളറിൽ 2 ആക്കി യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിൽ അതിൻ്റെ ടേബിളിലെ കുറച്ചും കൂടി നീളത്തോടെ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്ത്. കാരണം 2 ആക്കി യൂസ് ചെയ്യുന്ന റെഡിമെയ്ഡ് കിട്ടിയിട്ടില്ല. പിന്നെ ഭയങ്കര സൗകര്യമുള്ളതൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് അവർക്ക് ഇരുന്ന് പഠിക്കാനുള്ള അത്രയും സൗകര്യം മതി എന്ന് വിചാരിച്ചിട്ട് ഒരു ടൈപ്പിലുള്ള ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് കൊടുത്തത്. ഇൻഷാല്ലാ ഞാൻ കിട്ടിയാൽ കാണിച്ചു തരാം കേട്ടോ. അവരുണ്ടാക്കി വീട്ടിലേക്ക് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സുനിത ഫർണിച്ചറിൽ ഇറങ്ങിയിട്ട് നേരെ വന്ന് സിൽവാനിലേക്കാണ്. നമുക്ക് ലാസ്റ്റ് ഒരു ഏരിയയിലേക്കും കൂടിയുള്ള ടെയിൽ എടുക്കാനുണ്ടായിരുന്നു. നമ്മളെ കാർ പോർച്ചില്ലേ,
അതിൻ്റെ മുകളിൽ നമ്മളൊരു ബാൽക്കണി ഒരു സിറ്റിംഗ് പോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലിടാൻ വേണ്ടി കുറച്ച് ഡിസൈനുള്ള ഏകദേശം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലത്തെ ഔട്ട്ഡോർ പ്ലസ് ഒരു സെമി മൊറോക്കൻ ടച്ചുള്ളൊരു ടൈലേനു വേണ്ടത്. എനിക്കിതാ ഈ ടൈല് നല്ലോണം ഇഷ്ടപ്പെട്ടാണ്. കാരണം ഈ ടൈലില്ലേ, ഇതാകുമ്പോൾ നമ്മൾ പുറത്താണ് ഓപ്പൺ ആണ്, എന്തായാലും ഓപ്പൺ ടെറസ് അല്ലേ, മണ്ണ് പിടിക്കും. പക്ഷെ മണ്ണൊന്നും കാണാത്ത രീതിയിലുള്ള മാറ്റായിട്ടുള്ള സ്ലിപ്പറി അല്ലാത്ത എന്നാൽ കുറച്ചൊരു ഡിസൈനിലുള്ള ഒരു ടൈലേനും എനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ ആദ്യം കാണിച്ച ഒരു ബേജ് കളറിലെ അതാണ് സെലക്ട് ചെയ്ത്. ഇവിടെ പല മെറ്റീരിയലെല്ലാം ഉള്ളതുണ്ടേനു. പിന്നെ ടൈലിനെ പറ്റിയല്ല ഇപ്പം നല്ല ധാരണ ഉണ്ട്, എല്ലാം എടുത്തേക്ക് യൂസ് ആക്കുന്ന അതിൻ്റെ ഡിസൈൻ എങ്ങനെ ആയിരിക്കണം എന്നല്ല ഇപ്പം നല്ല ഐഡിയ ഉണ്ട് കേട്ടോ നമുക്ക് നോക്കിയിട്ട്. പിന്നെ നമ്മളെ മെയിൻ ഫ്ലോറിലോട്ട് നമ്മൾ ടൈലല്ല, നമ്മൾ ഇറ്റാലിയൻ മാർബിളേനു ചൂസ് ആക്കിന്. കുറേ പേര് വീഡിയോയിൽ ചോദിച്ചിനേനു. പിന്നെ നമുക്ക് ഒരു സെറാമിക് ടൈലും കൂടി വേണേനു. അപ്പോൾ അതും കൂടി അത് നമ്മൾ വാഷ് ബേസിനില്ലേ, മെയിൻ വാഷ് ബേസിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് കൊടുക്കാനുള്ളതാണ്. അതൊരു ആർച്ച് പോലെ വേറൊരു സ്പെഷ്യൽ ഡിസൈൻ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിനേനു. അപ്പോൾ അടുത്തേക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു പീസ് മൊറോക്കൻ ടൈല് വേണേനു. ഇപ്പോൾ ഇങ്ങനെ 8 ഇഞ്ച് 6 ഇഞ്ച് എല്ലാം ഉള്ള അത് നമ്മൾ നോക്കുന്ന. അപ്പോൾ ഈ 2 ടൈപ്പ് ടൈലേനു ബാക്കിയുള്ളൂ കേട്ടോ. അപ്പോൾ അതും നമ്മളിങ്ങനെ സെർച്ച് ചെയ്യലേനു. അങ്ങനെ കാർ പോർച്ചിൻ്റെ മുകളിലെ സിറ്റിങ്ങിനുള്ളത് നമ്മൾ അത് സെലക്ട് ചെയ്ത്. പക്ഷേങ്കിൽ വാഷ് ബേസിൻ്റെ ബാക്കിലുള്ളത് ഇനിയും സെലക്ഷൻ ആയിട്ടില്ല. അവസാനം നമ്മളെ ഡിസൈനർ പറഞ്ഞാൽ അത് നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ്. അപ്പോൾ ബാക്കിയെല്ലാം കഴിഞ്ഞ് അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ നേരെ ഇക്കാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. നമുക്ക് കണ്ണൂർ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടേനു, പക്ഷേങ്കിൽ നമ്മളത് വേണ്ടാന്ന് വിചാരിച്ച്. കാരണം നാളെ ഇക്ക ഒമാനിലേക്ക് തിരിച്ചു പോകലാം. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ രാത്രി വരെ ഇക്കാൻ്റെ വീട്ടിൽ തന്നെ സ്പെൻഡ് ആക്കാമെന്ന് നമ്മൾ തീരുമാനിച്ചു. കാരണം ഇക്ക തിരിച്ച് ഒമാനിൽ പോയാൽ ഞാനും കുട്ടികളെയും കൂട്ടിയിട്ട് ഇക്കാൻ്റെ വീട്ടിൽ പോകൽ കുറവായിരിക്കും. പോകില്ല എന്നല്ലേ, കുറവായിരിക്കും. കാരണം അവർക്ക് സ്കൂളുണ്ട്. പിന്നെ എന്താ ഇക്ക ഉള്ള പോലെ, ഇക്ക നാട്ടിലുണ്ടാവുന്ന പോലെ ഇടയ്ക്കിടെയൊന്നും ഞാൻ പോകില്ല. ഇടയ്ക്ക് പോയി നിന്നിട്ട് വരും, അങ്ങനെ ചെയ്യൂ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് രാത്രിയായ ഞാൻ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എൻ്റെ പുതിയ വീട്ടിൽ നോക്കിയ തുണിയെല്ലാം ആറിയിട്ടിട്ട് കണ്ട അത് പണിക്കാരെയാണ്. അവരങ്ങനെ തുണി ആറിയിടാനെല്ലാം തുടങ്ങി. എന്നിട്ടില്ലേ നമ്മൾ ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് ഇക്കാൻ്റെ 2 ബ്രദേഴ്സും ഒരു സിസ്റ്ററും എല്ലാം ഉണ്ടേനു. എല്ലാവരും കൂടി നേരെ കണ്ണൂരേക്ക് പോയി. രാത്രി നമ്മൾക്ക് ഒന്നുമില്ല, നമ്മൾ കുറേ സംസാരിച്ചിരിക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. മാഷാഅല്ലാ ഇക്കാൻ്റെ വീട്ടിൽ ഇന്നൂനും ആലൂനാണെങ്കിലും കുറേ കസിൻസ് ഉണ്ട്. എൻ്റെ പേർക്ക് എനിക്ക് ഒരു ഇക്കാക്കി ഒരു ഇത്താത്തയും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൾ കുറവാണ്, കസിൻസും കുറവാണ്. പക്ഷേങ്കിൽ ഇക്കാൻ്റെ വീട്ടിൽ ഇക്കാൻ്റെ ഉമ്മക്ക് 7 ആളുണ്ട്, 7 മക്കളുണ്ട്. അപ്പോൾ അധികം കുറേ ആളുണ്ടാവും മാഷാഅല്ലാ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര നല്ലതല്ലേ, എന്താ പറയുക, നമുക്ക് കുറേ ആളുണ്ടാവും. എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പുറത്ത് പോകാനും വർത്താനം പറയാനെല്ലാം ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ പോയിട്ട് രാത്രി 2 മണിയായിന് തിരിച്ച് എൻ്റെ പുരക്കേക്ക് പോകുമ്പോൾ. അത്രയും വരെ നമ്മൾ കണ്ണൂർ അങ്ങനെ ടൈം സ്പെൻഡ് ആക്കിയേ. എല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യും, എല്ലാവരും ഒക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ രാത്രിക്ക് ലേറ്റായി വന്ന് കിടന്ന് പിന്നെ പിറ്റേന്ന് രാവിലെ എണീച്ച് ഇന്നിക്കെ ഇപ്പോൾ തിരിച്ച് പോകാൻ പോകലാം. ഈ ബാഗിൽ മാത്രമേ ഇക്കാൻ്റെ ഡ്രസ്സുള്ളൂ കേട്ടോ. ആ ചെറിയ സഫാരി ബാഗ് കണ്ട, അതിൽ മാത്രം. ബാക്കി ഒന്നും കൊണ്ടുപോകാനില്ല. എൻ്റെ വീട്ടിൽ നിന്ന് കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നുണ്ട് ആടെയുള്ള കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട്. ബാക്കി പിന്നെ കുറച്ച് സ്നാക്കും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അരിയുണ്ട, പിന്നെ ഉന്നക്കായി അങ്ങനെ. പക്ഷേങ്കിൽ അതെൻ്റെ അമ്മയാണ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത്, അതുകൊണ്ടത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ കല്ലുമ്മക്കായ ഉണ്ടാക്കുന്നുണ്ട്. നമ്മളിപ്പോൾ രാവിലെ തന്നെ ഇക്കാൻ്റെ വീട്ടിലേക്ക് പോകലാം. കാര്യം ആടെ പോയിട്ട് നമുക്ക് കുറച്ച് പാക്കിംഗ് എല്ലാം ഉണ്ട്. ഇക്ക പോകുന്നതുകൊണ്ട് കാര്യമായിട്ടൊന്നും കൊണ്ടുപോകാനില്ല. അല്ലെങ്കിൽ ഞാനാ പോകുന്നതെങ്കിൽ അരിപ്പൊടി ഉണ്ടാവും, മുളക് പൊടി ഉണ്ടാവും, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും. അപ്പോൾ ഇക്ക എന്തായാലും പോയിട്ട് ഫുഡൊന്നും ഉണ്ടാക്കില്ല, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും ഇല്ല. അങ്ങനെ എൻ്റെ പുരക്കുന്ന ഞാൻ നമ്മുടെ ഇക്ക ബായിയെല്ലാം പറഞ്ഞിട്ട് പോകല. ഫുഡ് കല്ലുമ്മക്കായി അവർ എയർപോർട്ടിൽ ഉണ്ടാക്കിക്കൊണ്ട് വരാണ് കേട്ടോ ചെയ്യുക. കാര്യം രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചാൽ പുളിച്ചു പോകുമല്ലോ, കേടായി പോകുമല്ലോ. അതുകൊണ്ട് നമ്മളതൊന്നും എടുത്തിട്ടില്ല. എൻ്റെ പുരക്കുന്നൊന്നും സ്നാക്കും കല്ലുമ്മക്കായി ഒന്നും എടുത്തിട്ടില്ല. നേരെ ഇക്കാൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഇതൊന്നും നമ്മൾ സാധനമല്ല, അവിടെ ഉള്ള നമ്മളെ റിലേറ്റീവ്സെല്ലാം ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നോ, കാര്യം ഇക്കാക്കൊന്നും കൊണ്ടുപോകാനില്ല, കാലിയാണ്. അങ്ങനെ അതിൻ്റെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവരിതാ ഫുഡ് കഴിക്കലായിരുന്നു. ഉച്ചക്കത്തെ ഫുഡാണ്. പിന്നെ നമ്മൾ ചോറ് തിന്നിട്ടില്ല, നമ്മൾ
ചായയാണ് കുടിച്ചത്. ഇവിടെ ഇത് റൊട്ടിപ്പോളയാണെന്ന് തോന്നുന്നു. മധുരമായതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മൾ മുട്ട വെച്ചിട്ടുള്ളൊരു സ്നാക്കും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ അതെല്ലാം ഇവിടുന്ന് കുടിക്കലാണ്. പോകുന്ന ദിവസമായതുകൊണ്ട് ഇക്കാക്ക് ചെറിയ ടെൻഷൻ ഉണ്ട് കേട്ടോ. പക്ഷേങ്കിൽ എനിക്ക് മനസ്സിൽ എന്തെല്ലാം ഒരു ടെൻഷൻ ഉണ്ടേനു. പിന്നെ എൻ്റെ ടെൻഷൻ എന്താണെന്നറിയാം, ഇന്നും ആലും എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ കരയും. ആ ഒരു ടെൻഷൻ എനിക്ക് ഉണ്ടേനു. എന്നിട്ട് ഞാൻ ഒരിക്കൽ ആലോചിച്ചിന് എയർപോർട്ടിൽ പോകാണ്ടിരുന്നാലോ എന്ന്. കാര്യം അവർ കരയുന്ന കാണുമ്പോൾ കരച്ചിൽ വരും. പക്ഷേങ്കിൽ കുഴപ്പമില്ല, വേഗം വരും എന്നുള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ വരും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ നമ്മളെ വീട്ടിൽ പോയി നോക്കി പണിയെല്ലാം ഇടം വരെ ആയി എന്നുള്ള. ഇതിപ്പോൾ പുതിയതായിട്ട് ചെയ്തതാണ് ഈ ചെരുപ്പിൻ്റെ സ്റ്റാൻഡില്ലേ, ആ കാണുന്ന ചെരുപ്പ് സ്റ്റാൻഡ് പ്ലസ് ഒരു സിറ്റിംഗ് ആണ് കേട്ടോ. മനസ്സിലാവില്ല ചെരുപ്പ് സ്റ്റാൻഡാന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റോറേജ്, ചെരുപ്പിൻ്റെ സ്റ്റാൻഡെന്ന് പറയാൻ പറ്റില്ല. പിന്നെ വേറെ എന്നാ മാറ്റമായിട്ട് നമുക്ക് ഇങ്ങനത്തെ പണികൾ നടക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല. പിന്നെ ഇതെല്ലാം ഈ ചുമരെല്ലാം ബെൻഡാക്കി ഡിസൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ മൊത്തത്തിലൊരു തീം ബെൻസ് കൂടുതൽ വരുന്ന തീമാണ് നമ്മളെ വീടിൻ്റെ. അങ്ങനെ ഷാർപ്പ് എഡ്ജസ് ഇല്ല, കേർവ്സും ബെൻസും എല്ലാമാണ് കൂടുതൽ വരുന്നത്. പിന്നെ ഞാൻ ആ പറഞ്ഞ ടൈലില്ലേ, അത് നേരെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് ഡെലിവറി വന്നിട്ടുണ്ടേനു കേട്ടോ. നമ്മളെ മറ്റേ കാർപോർട്സിൻ്റെ മുകളിലിടുന്ന ടൈല് അതെല്ലാം കറക്റ്റ് ആണോ നമ്മൾ നോക്കലേനു. പിന്നെ മുന്നേയും കുറച്ച് ടൈൽസ് എടുത്ത് വെച്ചിന്. നമ്മൾ ഫ്ലോറിൽ മാർബിളാണെങ്കിലും ബാക്കി കുറച്ച് ഏരിയയിൽ നമ്മൾ ഫുള്ളായിട്ട് ചെയ്തത് ഇറ്റാലിയൻ മാർബിളാണ്. പിന്നെ വർക്ക് ഏരിയയിൽ പിന്നെ നമ്മളെ പാഷ്യോയിൽ പിന്നെ ടെറസിൻ്റെ ഓപ്പൺ ഏരിയ ഉണ്ട്, അങ്ങനത്തെ സ്ഥലത്ത് അങ്ങനെ കുറേ സ്ഥലത്ത് നമ്മൾ ടൈലാണ് ചൂസാക്കിയത്. അപ്പോൾ അതെല്ലാം കുറച്ച് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഒരു 3:30 മണിയാകുമ്പോൾ നമ്മൾ എല്ലാവരും ലഗേജെല്ലാം പാക്ക് ചെയ്ത് നേരെ എയർപോർട്ടിലേക്ക് പോകലാം. എനിക്ക് തോന്നി 7:15 തോന്നുന്നു ഫ്ലൈറ്റ്. പിന്നെ പക്ഷേങ്കിൽ കുറച്ച് നേരത്തെ പോകേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തെ പോയി, കാര്യം ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്ന ലഗേജും ഒന്ന് വെയിറ്റെല്ലാം നോക്കി അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് പിന്നെ ഇല്ലേ, ഇത് ഇന്നും ഇക്കാക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഗിഫ്റ്റാണ്. ഇന്നും ഇപ്പോൾ മറ്റേ ക്രോഷ്യ ഇല്ലേ, അത് പഠിക്കുന്നുണ്ട്. ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ മട്ടന്നൂർ എയർപോർട്ടിൽ തന്നെയാണ് പോകുന്നത്. നമുക്ക് മട്ടന്നൂർ എയർപോർട്ടിൽ നിന്നല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ്, കോഴിക്കോട് പോകേണ്ട വന്നാൽ ഭയങ്കര സങ്കടമാണ്. അങ്ങനെ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ എടുക്കലുള്ളൂ. പിന്നെ അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. പിന്നെ ഇക്കാൻ്റെ ഒക്കെ ഒരാളും കൂടി വരാനുണ്ടായിരുന്നു, നമ്മളൊരു റിലേറ്റീവും കൂടി വരാനുണ്ടായിരുന്നു. അപ്പോൾ ഓനെ വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. പിന്നെ ഇന്നുൻ്റെ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. എന്ത് സ്പെഷ്യൽ ഉണ്ടെങ്കിലും ഇവരെ ഗിഫ്റ്റ് കൊടുക്കുക, കുഞ്ഞ് ഗിഫ്റ്റായിരിക്കും. അതെങ്ങാനും പിന്നെ ഇവർ പിന്നെയും ചോദിക്കുമ്പോൾ നമ്മളെ കയ്യിലില്ലെങ്കിലാണ് നമ്മൾ പെടുക. എന്തായിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഭയങ്കര പ്രഷ്യസായിട്ട് നമ്മൾ സൂക്ഷിച്ച് വെക്കണത് ശരി തന്നെ. പക്ഷേ ഇടയ്ക്കിടെ ഇങ്ങനെ ഗിഫ്റ്റ് തന്നുകൊണ്ടിരിക്കുമ്പോൾ ഇല്ലേ, നമ്മളെങ്ങാനും അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇടങ്ങാറാം. പിന്നെ ഇത് ആലു ശംഷിക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. അതെന്തെല്ലാം എഴുതി ഒരു മീനെല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് പഠിച്ചവനിക്കറിയാം. അപ്പോൾ ഇത് ചോദിക്കും, ഇനി ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിച്ച് ചോദിക്കും, ഗിഫ്റ്റ് എടുത്തു കാണിക്കാൻ പറയും. അതുകൊണ്ട് ഇക്കത് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അഥവാ അത് കൈമന്ന് മിസ്സായിട്ടുണ്ടെങ്കിൽ പറയും, നമ്മൾ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ലേ അത് സൂക്ഷിച്ച് വെക്കാത്തേ, അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലേ, അങ്ങനെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് എന്തെല്ലോ പറയൂട്ടാ. അങ്ങനെ എല്ലാവരോടും യാത്രയെല്ലാം പറഞ്ഞിട്ട് ഇക്ക പോകലാം. ഏറ്റവും പാടുള്ള കാര്യം ഇങ്ങനെ വായി പറയലേ. ശരിക്കും ആലുവിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നുണ്ടേനെ. പിന്നെ ഞാൻ എന്തെല്ലോ പറഞ്ഞിട്ടോളം മൈൻഡ് മാറ്റി. കാരണം എൻ്റെ വീട്ടിൽ അമ്മായി വന്നിട്ടുണ്ട്. അപ്പം അത് പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് മാറ്റുക ചെയ്തേ, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം പറച്ചിലായിരിക്കും. അങ്ങനെ ഇവർ തിരിച്ച് പുറക്കേക്ക് പോകാൻ നല്ല തിരക്കായി. പിന്നെ ഞാൻ പറഞ്ഞു അമ്മായിൻ്റെ മക്കളുണ്ടാവും പുറക്ക്. ഞാൻ അമ്മായിൻ്റെ മക്കളെന്ന് പറയുന്നത് കേട്ടിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷ്യാമിൻ്റെ ബ്രദറിൻ്റെ മക്കളല്ലേ, അപ്പോൾ ബ്രദറിൻ്റെ മക്കൾ നിന്നാ പറയാത്തതെന്ന്. എൻ്റെ ബ്രദർ നാട്ടിലില്ല, അപ്പോൾ അമ്മായിയും മക്കളാണ് വരിക. അപ്പോൾ അമ്മായിയും അമ്മായിൻ്റെ മക്കളും ഞാനങ്ങനെ പറയുന്ന. അപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ അവരെ കാണാനുള്ള ഇൻട്രസ്റ്റിൽ നമ്മൾ നേരെ തിരിച്ചു പോകലാം. അപ്പോൾ അത്രയെല്ലാം തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിന്, നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ അറിഞ്ഞിനെന്ന് വിചാരിക്കുന്നത്. ഞാൻ അലൈനേഴ്സിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.